നരേന്ദ്രമോദി എന്ന വിസ്മയ വ്യക്തിത്വത്തിന്റെ ആരാധകർ ഇന്ത്യയിൽ ഒരുപാടുണ്ട്. കേരളത്തിലുമുണ്ട്. അവരിൽ പ്രതിഭയുള്ളവരെ കാത്ത് വലിയൊരു അവസരം വന്നിരിക്കുകയാണ്. നേഷൻ വിത്ത് നമോ വെബ്സൈറ്റ് കൂട്ടായ്മയാണ് പ്രതിഭകളെ കാത്തിരിക്കുന്നത്. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയുള്ള ആളെടുപ്പാണെങ്കിലും കഴിവ് തെളിയിക്കുന്നവർക്ക് വലിയ ഭാവി ഈ രംഗത്തുണ്ടാകും എന്നതിൽ സംശയമില്ല. അപേക്ഷിക്കുന്നവർ പ്രത്യേക ശ്രദ്ധയ്ക്ക്. ഹരിയാനയിലെ ഗുഡ്ഗാവിലാണ് ജോലി നോക്കേണ്ടത്. പൂർണ്ണസമയ ജോലി ആയിരിക്കും. നേരം കൊല്ലാനായി ജോലിക്ക് ചേരാമെന്ന് മോഹിക്കുന്നവർ ഇതിന് അപേക്ഷിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഉറച്ച നമോ ഭക്തരും പ്രതിഭാശാലികളുമായിരിക്കണം അപേക്ഷകർ. സ്ക്രിപ്റ്റ് റൈറ്റർമാർ, കണ്ടന്റ് റൈറ്റർമാർ തുടങ്ങിയവരെയാണ് സംഘം തേടുന്നത്. വലിയ പ്രതികരണമാണ് ഇതിന് ലഭിച്ചിട്ടുള്ളതെന്നാണ് ചില നിരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത്. ഗൂഗിൾ സെർച്ചിൽ നേഷൻ വിത്ത് നമോയുടെ ജോലിയെക്കുറിച്ചും ശമ്പളത്തെക്കുറിച്ചും വലിയ അന്വേഷണമാണ് നടക്കുന്നത്. എന്തായാലും BJP അനുകൂല വാർത്തകളും ട്രോളുകളും നിർമ്മിക്കുന്ന മലയാളികളായ മിടുക്കർ ഈ അവസരം ഒരിക്കലും പാഴാക്കി കളയരുത്. അപേക്ഷ അയക്കാനുള്ള ഇമെയിൽ ID വെബ്സൈറ്റിലുണ്ട്. ജോലിക്കായി ആളെ വിളിച്ചിരിക്കുന്ന നേഷൻ വിത്ത് നമോ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്ന സംഘമാണ് തങ്ങളുടേതെന്നാണ് അവകാശപ്പെടുന്നത്. ഈ റിപ്പോർട്ട് പുറത്തുവരുന്ന നിമിഷം വരെ ഏതാണ്ട് 13,76,365 പേർ നമോയിൽ സന്നദ്ധ പ്രവർത്തകരായി ഉണ്ടെന്നാണ് വെബ്സൈറ്റ് പറയുന്നത്. ഇന്ത്യയിലെ 500 ജില്ലയിൽ നേഷൻ വിത്ത് നമോയുടെ പ്രവർത്തനം നടക്കുന്നുവെന്നും 32 സിറ്റി ചാപ്റ്റർ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്നും അതിൽ പറയുന്നുണ്ട്. 8 ലക്ഷത്തിലധികം പേരുടെ പിന്തുണ ഈ സംഘത്തിന്റെ ഫേസ്ബുക്ക് പേജിനുണ്ട്. എന്നാൽ നേഷൻ വിത്ത് നമോ സംഘത്തിന്റെ പിന്നിലെ നിഗൂഢതയെക്കുറിച്ചും പ്രവർത്തന രീതികളെക്കുറിച്ചും ശത്രുക്കൾ വലിയ അപവാദമാണ് അഴിച്ചുവിടുന്നത്. 2018 ജൂലൈയിൽ തൃണമൂൽ MP ആയ ഡെറക് ഒബ്രിയേൽ പാർലമെന്റിൽ ഇതേപ്പറ്റി സംശയം ചോദിച്ചിരുന്നു. കഴിഞ്ഞ 6 മാസമായി ഫേസ്ബുക്കിന്റെ ഏറ്റവും വലിയ പരസ്യദാതാവ് നേഷൻ വിത്ത് നമോ ആണെന്ന് ചൂണ്ടിക്കാട്ടി. ആരാണ് ഈ സംഘടനയ്ക്ക് ഫണ്ട് ചെയ്യുന്നതെന്ന ചോദ്യമാണ് ഒബ്രിയൻ ഉന്നയിച്ചത്. നേഷൻ വിത്ത് നമോ ഫേസ്ബുക്ക് പേജ് ഇപ്പോഴും നിരവധി പരസ്യങ്ങൾ വൻതോതിൽ നൽകുന്നുണ്ട്. ആരാണ് ഫണ്ട് നൽകുന്നതെന്ന് വ്യക്തമല്ല. നമോ ടീഷർട്ടുകൾ, നമോയുടെ കയ്യൊപ്പുള്ള സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയവ നേടാം എന്ന് പറഞ്ഞുള്ള പരസ്യങ്ങളും വ്യാപകമായി വരുന്നുണ്ട്. ഈ വെബ്സൈറ്റിനെ കുറിച്ചുള്ള പരസ്യങ്ങൾ നേരത്തെ വേറെ വിവാദങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ ടീഷർട്ടുകൾ വാങ്ങാൻ ചെല്ലുന്നവർ വ്യക്തി വിവരങ്ങൾ നൽകാൻ വെബ്സൈറ്റ് ആവശ്യപ്പെടുന്നുണ്ട്. അതിൽ നൽകുന്ന ഓരോ വിവരങ്ങൾക്കുമുള്ള ഉത്തരവാദിത്തം നൽകുന്നയാൾക്ക് മാത്രമാണെന്നും സൈറ്റിൽ പറയുന്നു. അതായത് ഒരാൾ ഇവിടെ നൽകുന്ന ഫോൺ നമ്പർ, ഇമെയിൽ ID, സഹപ്രവർത്തകരെ കുറിച്ചുള്ള വിവരങ്ങൾ, മറ്റ് സ്വകാര്യ വിവരങ്ങൾ എന്നിവ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യപ്പെടില്ല എന്നതിന് യാതൊരു ഉറപ്പുമില്ല. വൻ ബിസിനസ് ആണ് ഇതിലൂടെ നടക്കുന്നതെന്ന് പല വാർത്തകളും ഇതിനകം വന്നിട്ടുണ്ട്. അതേസമയം ഈ ആരോപണങ്ങളെയൊന്നും മുഖവിലക്കെടുക്കേണ്ട എന്നാണ് ഇതിനെപ്പറ്റി പ്രതികരിച്ച ചില സംഘ അനുകൂലികൾ പറഞ്ഞത്. BJP ചെയ്യുന്ന എന്തിനെക്കുറിച്ചും ഇങ്ങനെ ചില ആരോപണങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്. വരുന്ന തിരഞ്ഞെടുപ്പ് മുഖ്യമാണ്, അതിൽ വിജയിക്കുക പ്രധാനവും. അതിനപ്പുറം ഒന്നും മോദിയുടെ ആരാധകർ ചിന്തിക്കേണ്ടതില്ല. എന്തായാലും ഇനി വരുന്ന ഏതെങ്കിലും BJP അനുകൂല വാർത്തയോ ട്രോളോ കാണുമ്പോൾ ഓർക്കുക, അത് ഏതോ ഒരു സാധാരണക്കാരൻ സ്വാഭാവികമായി എഴുതിയുണ്ടാക്കിയതല്ല. ഗുഡ്ഗാവിലെ വമ്പൻ ഫാക്ടറിയിലെ പ്രതിഭാശാലികളായ ജീവനക്കാർ വളരെ പ്രൊഫഷണലായി ചിത്രീകരിച്ചതാണ്. അതായത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങൾ തെരുവിലല്ല, നമ്മുടെ തലച്ചോറിലാണ് നടക്കാൻ പോകുന്നത്. ഭ്രാന്ത് പിടിക്കാതിരുന്നാൽ നല്ലത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.